ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വിഷയം ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് എന്തെല്ലാം കൃഷി ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് വിത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻട്രം ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ്. നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കാറ്റലോഗ് നോക്കി നിങ്ങൾക്ക് 400-ലധികം വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറി വിത്തുകൾ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസം, ഈ ജൂൺ ജൂലൈ മാസത്തിൽ കൃഷി ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഓണത്തിനേക്ക് വിളവെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ സമയമെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഓണം കഴിഞ്ഞ് നമുക്ക് പച്ചക്കറി എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ കൃഷി ചെയ്യണം. അതിലൊന്നാമതായിട്ട് തന്നെ നമ്മളുടെ അടുക്കളയിൽ നമുക്ക് എന്നും ആവശ്യമായിട്ടുള്ള പച്ചമുളക് മാത്രമല്ല, ഉണ്ടമുളക്, കാന്താരി മുളക്, അങ്ങനെ പല തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള മുളകളുണ്ട്. ഇപ്പോൾ വെറൈറ്റി കളക്ട് ചെയ്യുന്നത് എല്ലാവരുടെയും ഒരു ഹോബിയാണ്. അപ്പം അങ്ങനെയുള്ള മുളകൾ ഏതും തന്നെ ആയിക്കോട്ടെ നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വഴുതന അപ്പോൾ പലതരത്തിലുള്ള വഴുതനയുണ്ട്. എൻ്റെ കയ്യിൽ തന്നെയാണെങ്കിലും ഒരു 15-ലധികം വെറൈറ്റി വഴുതന വിത്തുകൾ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ടാണെങ്കിലും സാമ്പാറിനകത്ത് ഇടാനാണെങ്കിലും എപ്പോഴും നമുക്ക് അടുക്കളയിലേക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും അത്യാവശ്യമായിട്ടുള്ളതാണ് വഴുതനയുടെ ഒരു വിളവൊക്കെ കഴിയുമ്പോഴത്തേന് നമുക്ക് ഡോളോമേറ്റൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്ത് പിന്നെ അടുത്ത വിളവിന് അതിനെ പ്രാപ്തമാക്കാം. കുറച്ച് വളങ്ങളോടൊക്കെ കൊടുത്തിട്ട്, അതല്ല കുറച്ച് ഇപ്പോൾ 1 വർഷവും ഒക്കെ ആയിട്ടുള്ള ചെറുതായിട്ട് മുരടിച്ച് നിൽക്കുന്ന വഴുതനയൊക്കെ ആണെങ്കിൽ തന്നെ നമുക്കതിനൊന്ന് പ്രൂൺ ചെയ്ത് പിന്നെയും അടുത്തൊരു സെക്ഷനിലോട്ട് വിളവിന് വേണ്ടി അതിനെ കൊണ്ടുവരാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഇതൊക്കെ അറിയാവുന്നതാണ്. എന്നാൽ പുതിയതായിട്ട് കൃഷി ചെയ്യുന്നവരും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് എല്ലാം കുറഞ്ഞതൊരു 10 ഇനം പച്ചക്കറി എങ്കിലും നമ്മുടെ അടുക്കള തോട്ടത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വഴുതനയും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ വെണ്ട തന്നെ ഇപ്പോൾ പലതരത്തിലുണ്ട്. ആനക്കൊമ്പൻ വെണ്ട, മംഗലാപുരം ഊരുവെണ്ടയിൽ തന്നെ പച്ചയുമുണ്ട് ചുമപ്പുമുണ്ട്. ആനക്കൊമ്പൻ ചുമപ്പുമുണ്ട്, പച്ചയുമുണ്ട്. മരവെണ്ട, സാമ്പാർ വെണ്ട, അങ്ങനെ ഒരു 12-ലധികം വെറൈറ്റി ആയിട്ടുള്ള വെണ്ടകൾ തന്നെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ പല ആളുകളുടെയിലും അതിനേക്കാൾ ഉപരി ഒരുപാട് കളക്ഷൻസ് ഒക്കെ കാണും അല്ലേ. അപ്പം അത് നമ്മൾ സീഡ് എടുത്ത് വെച്ചിട്ട് പാകി കിളിപ്പിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ തൈ വാങ്ങിച്ച് നടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ വെണ്ടയും കൃഷി ചെയ്തുകൊണ്ട് വരാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ പയറെല്ലാം തന്നെ നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാം. നീളം പയറും കുറ്റിപ്പയറും ലോല പയർ, അങ്ങനെ പലതരത്തിലുള്ള പയറുകളുണ്ടല്ലോ, അതെല്ലാം തന്നെ നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റും. അർക്കമംഗള പയറാണ് മഴ സമയത്ത് ഏറ്റവും നന്നായിട്ട് കൂടുതൽ കൃഷി ചെയ്താൽ നല്ല വിളവ് ലഭിക്കുന്നത് കേട്ടോ. അതുപോലെ വാളരി പയറും ഒക്കെ നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാം. നിത്യവഴുതനങ്ങ, ഇതെല്ലാം നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പടർന്ന് പന്തലിക്കുന്ന ടൈപ്പിലുള്ള പാവൽ, പീച്ചിൽ, ചുരയ്ക്ക, കുമ്പളം, മത്തൻ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും, കുക്കുംബർ, ഇതെല്ലാം നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാം. ഒരുപാട് മഴ ഇല്ലെന്നുണ്ടെങ്കിൽ തക്കാളിയും നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും. തക്കാളിയുടെ ഒരു പ്രശ്നം, ഒത്തിരി വെള്ളം വീഴുമ്പോഴത്തേന് പൂ കൊഴിഞ്ഞു പോവുകയും തക്കാളി ചീഞ്ഞു പോവുകയൊക്കെ ആയിട്ട് വരുന്നത്. അങ്ങനെ ഒരുപാട് മഴയുള്ള ആണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട. അല്ലാത്ത ആളുകൾ ചില സ്ഥലത്തൊക്കെ മഴ കൂടുതലും ചിലയിടത്ത് മഴ കുറവൊക്കെ ആണല്ലോ, മഴ കുറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് തക്കാളി നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏത് പച്ചക്കറി വിത്താണോ അല്ലെങ്കിൽ ഏത് പച്ചക്കറി തൈയാണോ അത് നമ്മൾ അന്നേരം ചെയ്ത് നോക്കുക. കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്കിപ്പോൾ കൃഷി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയില്ല. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും, ഭയങ്കര മഴ പെയ്യേണ്ട സമയത്ത് നല്ല ചൂടായിരിക്കും, ഭയങ്കര ചൂട് കിട്ടേണ്ട സമയത്ത് ഭയങ്കര മഴയായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ നഷ്ടമായി പോകും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങുക. അപ്പോഴത്തേന് നമുക്ക് അത്യാവശ്യമുള്ളതെല്ലാം നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് എടുക്കുന്ന മണ്ണ് കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത് പുളിപ്പ് മാറ്റിയിട്ടുള്ള മണ്ണായിരിക്കണം നമ്മൾ ആദ്യം തന്നെ കൃഷിക്ക് എടുക്കേണ്ടത്. കൃഷിയുടെ ബേസ് തന്നെ അതാണ്. എങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന വളവും വെള്ളവും ഒക്കെ ഈ ചെടിക്ക് വലിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. പുളിപ്പുള്ള മണ്ണിൽ ചെടിക്ക് വളവും വെള്ളവും വലിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ആദ്യം കൃഷി ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണിൽ കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആഴ്ചയിൽ നമ്മുടെ കയ്യിൽ എന്താണോ വളങ്ങളായിട്ടുള്ളത്, ഇപ്പോൾ കമ്പോസ്റ്റ് ആയിരിക്കാം, ചാണകപ്പൊടി ആയിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുവളങ്ങൾ, നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് കുറേശ്ശെ കൊടുത്ത് ആഴ്ചയിൽ നമുക്ക് അതിനെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റും. 1.5 മാസമൊക്കെ ആകുമ്പോഴത്തേനും ഒരു ചെടി വെള്ളമൊക്കെ തരുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് മുരടിപ്പൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡോളോമേറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് 3-4 ദിവസം ഒന്ന് സെറ്റാക്കി പിന്നെ കുറച്ച് വളമൊക്കെ കൊടുത്തിട്ട് പിന്നെയും അതിനെ നല്ല ആരോഗ്യത്തോടെ കൊണ്ടുവരാനായിട്ട് പറ്റും. കുറേ നാൾ വിളവ് തന്നിട്ടുള്ള ചെടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് കുറച്ച് ഡോളോമേറ്റ് ഇട്ട് കൊടുത്താൽ അതിനെ പൂർവാധിക ശക്തിയോടെ നമുക്ക് തിരിച്ചു കിട്ടും കേട്ടോ. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.